കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സാമ്പാറാണ്. സാമ്പാർ എല്ലാവരും തയ്യാറാക്കുമെങ്കിലും ഇന്ന് നമുക്ക് വളരെ ഈസിയായി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തുവരപ്പരിപ്പ് 1 കപ്പ്, സാമ്പാർ പൗഡർ 3 ടേബിൾ സ്പൂൺ, പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ, ഉലുവ 1/2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ആവശ്യത്തിന് കായപ്പൊടി. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ: 1 കപ്പ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 1/2 കപ്പ് പച്ചക്കായ അരിഞ്ഞത്, 1/2 കപ്പ് വെണ്ടയ്ക്ക, 1/2 കപ്പ് കുമ്പളങ്ങ അരിഞ്ഞത്, 2 മുരിങ്ങാക്കായ അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, 5 വെളുത്തുള്ളി 2ആയി അരിഞ്ഞത്, അല്പം മല്ലിയില അരിഞ്ഞത്, 8 ഉള്ളി ചുവന്നുള്ളി, അല്പം വേപ്പില, 1 സവാള അരിഞ്ഞത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. സാമ്പാർ തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് വേകുമ്പോഴേക്കും നമുക്ക് പുളിയിൽ അല്പം വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പ് നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഗ്യാസിൽ വെച്ച് കത്തിച്ചതിന് ശേഷം അതിലേക്ക് ഈ പരിപ്പ് ഒഴിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും ഇടണം. സാധാരണ എല്ലാവരും സാമ്പാറിലേക്ക് വെണ്ടയ്ക്ക ഇടുമ്പോൾ വെണ്ടയ്ക്ക എണ്ണയിൽ വാട്ടി അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പരിപ്പിൻ്റെ ഈ ചൂടിൽ ഈ വെണ്ടയ്ക്കയും തക്കാളിയും വളരെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും അത് അതിനകത്ത് കിടന്ന് വെന്ത് വരും. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ പരിപ്പ് കുക്ക് ചെയ്ത അതേ കുക്കറിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളും ഒറ്റ വിസിലടുപ്പിച്ചതിന് ശേഷം എടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വേഗം പച്ചക്കറികൾ ഇടാം. ഇതിലേക്ക് അല്പം വേപ്പില, അരിഞ്ഞു വെച്ച സവാള, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയും ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിവെള്ളവും ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വന്നാൽ മാത്രം മതി കേട്ടോ. ഫ്ലെയിമിലുള്ള നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ചെറുതായി വെന്ത് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പച്ചക്കറികൾ വെന്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റ് വേവാകും. വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീം കളഞ്ഞതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം പരിപ്പിലേക്കിടാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പിലേക്കിടാം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക കണ്ടോ കറക്റ്റ് വേവായിരിക്കുകയാണ്. കണ്ടോ, ഒട്ടും ഉടഞ്ഞിട്ടില്ല. വെണ്ടയ്ക്ക എല്ലാം നല്ല കറക്റ്റ് വേവായിട്ടിരിക്കുന്നുണ്ട്. ഇനി അല്പം കൂടെ വേകണം. അത് ഇപ്പം നമ്മളുടെ വെജിറ്റബിളിൻ്റെ കൂടെ കിടക്കുമ്പോൾ ഇനി അത് കറക്റ്റ് വേവായിട്ട് കിട്ടും, ഉടയേയില്ല. മുരിങ്ങാക്കായ ഒന്നും നമ്മളുടെ ഉടഞ്ഞിട്ടില്ല. എല്ലാ കഷ്ണങ്ങളും നമ്മൾക്ക് നല്ല കറക്റ്റ് വേവായി കിട്ടും. ഒറ്റ വിസിലടിച്ചതിന് ശേഷം നമ്മൾ എയർ കുത്തിക്കളയണം. കണ്ടോ, അപ്പം നമുക്ക് സമയവും ലാഭിക്കാം, ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കുകയും ചെയ്യാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. പേസ്റ്റ് നമുക്ക് കറിയിലേക്ക് ഇടാം.
നമുക്ക് ചേർക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. സാമ്പാർ ഇപ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇനി കടുക് എല്ലാം വറുത്തിടുമ്പോഴേക്കും അത് ഓവറായിട്ട് വെന്തു പോകാൻ പാടില്ല. ഓയിൽ ഹീറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് പൊട്ടിക്കാം. അല്പം ഉലുവയിടാം. ഇനി വേപ്പിലയും ഉണക്കമുളകും ഇടാം. ഇനി ഇതിലേക്ക് മല്ലിയില ഇടാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന മല്ലിയില അല്ല. ഇതിനെ ആഫ്രിക്കൻ മല്ലി എന്നാണ് പറയുന്നത്. ഇതെൻ്റെ വീട്ടിൽ ധാരാളം ഞാൻ വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാധാരണ മല്ലിയിലയുടെ അതേ സ്മെല്ലും അതേ ടേസ്റ്റുമാണ് ഇതിന്. അതുകൊണ്ട് ഞാൻ അതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മുളകും വേപ്പിലയും കടുകും എല്ലാം നല്ല പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ ആ പച്ചമണം എല്ലാം മാറി നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ സാമ്പാർ പൊടി ചേർക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറാണ് എടുത്തിരുന്നത്. അതിൽ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചത്. ഇനി ബാക്കി 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ കൂടെ ഇതിലേക്ക് ഇടാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നേരിയ ഒരളവിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിട്ട കട്ടയിട്ട് കിടക്കും അതിൽ ചൂടിലേക്ക് ഒഴിക്കുമ്പോൾ, അപ്പോൾ അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അഴവാക്കിയതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിക്കാം. ചെറിയൊരു കഷ്ണം ശർക്കര ഇടാം. ശർക്കര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും സാമ്പാറിന്. അത് അധികം വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മാത്രം. നമുക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ഇടാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നോക്കൂ, നമ്മളുടെ വെണ്ടയ്ക്ക ഒന്നും വാട്ടാതെ തന്നെ സാമ്പാർ റെഡി ആയിട്ട് വെണ്ടയ്ക്ക ഒന്നും ഉടയാതെ കിടക്കുന്ന കണ്ടോ. ഇതെല്ലാം നമുക്കൊരു എളുപ്പ മാർഗമാണ്. അതുപോലെ മുരിങ്ങക്ക ഉടഞ്ഞിട്ടില്ല, വെണ്ടയ്ക്ക ഒന്നും ഉടഞ്ഞിട്ടില്ല. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പരിപ്പ് വേവിക്കുന്ന ആ സമയവും കുക്കറിൽ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയവും മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ നമുക്ക് ഈസിയായി ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സമയവും ലാഭം, നല്ല ടേസ്റ്റുമാണ് ഇതിന്. സാമ്പാർ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. ഇത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം.